ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. 10 വർഷത്തിലേറെയായി പ്രവർത്തിക്കാതെ കിടക്കുന്ന ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റ് പ്രവർത്തനക്ഷമമാകുന്നു. പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ വിഭാഗം, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ലിഫ്റ്റ് പ്രവർത്തനക്ഷമമാക്കിയത്. സാങ്കേതിക നടപടികൾ കൂടി പൂർത്തിയായാൽ ലിഫ്റ്റ് പ്രവർത്തിച്ചു തുടങ്ങും. 4ാം നിലയ്ക്ക് അഗ്നിരക്ഷാ സേനയുടെ നിരാക്ഷേപ പത്രം നേടാനുള്ള നടപടികളാണ് ഇനി പൂർത്തിയാകാനുള്ളത്. ഇതു സംബന്ധിച്ച് റവന്യൂ വകുപ്പ് പ്രത്യേക യോഗം ചേരും. ഇതിന് മുന്നോടിയായാണ് പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ വിഭാഗവും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്ററും സ്ഥലത്തെത്തി സാങ്കേതിക പരിശോധനകൾ പൂർത്തിയാക്കിയത്. ലിഫ്റ്റിന് കാര്യമായ കേടുപാടുകൾ ഇല്ലെന്നും ഇത് പ്രവർത്തിക്കുന്നുണ്ടെന്നും കണ്ടെത്തിയതായി റവന്യൂ അധികൃതർ അറിയിച്ചു. യോഗത്തിന് ശേഷം നിരാക്ഷേപ പത്രം കൂടി ലഭിച്ച ശേഷമാകും ലിഫ്റ്റ് ഔദ്യോഗികമായി തുറന്നു നൽകുക. 2014 മെയ്യിലായിരുന്നു മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം. റെക്കോർഡ് വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം ലിഫ്റ്റ് സൗകര്യം കൂടാതെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ദിവസങ്ങൾക്കകം ലിഫ്റ്റ് പ്രവർത്തനക്ഷമമാക്കുമെന്നായിരുന്നു ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഉറപ്പ്. പ്രഖ്യാപനത്തിന് 1 പതിറ്റാണ്ട് പൂർത്തിയായെങ്കിലും പരിഹാരമായില്ല. മുതിർന്നവരും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെ കെട്ടിടത്തിലെ സർക്കാർ ഓഫീസുകളിൽ വിവിധ സേവനങ്ങൾക്കായി എത്തുന്ന നൂറുകണക്കിന് പേരാണ് ദിവസവും ചവിട്ടുപടികൾ കയറി ഇറങ്ങി വലയുന്നത്. വിവിധ നിലകളിലായി ആകെ 14 സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് ലിഫ്റ്റ് ഇല്ലാത്ത സാഹചര്യം. തുടർന്നാണ് കെ പ്രേംകുമാർ MLA നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്ന് ലിഫ്റ്റ് പ്രവർത്തനക്ഷമമാക്കാൻ നടപടി തുടങ്ങിയത്. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം.